ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാരാണ്? DA കുടിശ്ശിക. സമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ തുടർഭരണം എന്തിനാ വേണ്ടത് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല. ഇതുകൊണ്ട് തന്നെ അവരല്ലാതെ മറ്റാരെന്നുള്ള മുദ്രാവാക്യം ഇവിടെ ഉളവാക്കി PR ഇതുകൊണ്ട് തന്നെ ഇരുന്നിട്ടില്ല. ഇനിയുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഇത്ര ധൃതിപ്പെടുന്നത്? PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലാലോ, ഇപ്പൊ നടപ്പാകുന്നില്ലാലോ. ഇപ്പൊ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടപ്പാകൂ. എന്തിനാണ് അത്? സ്വാഭാവികമായിട്ട് അരിഭക്ഷണം കഴിക്കണ ആരെങ്കിലും ചോദിക്കും നിങ്ങൾ എന്തിനാ ഒപ്പിട്ടെന്ന്. എന്നാ മൂപ്പർക്ക് അതിന് ഉത്തരണ്ട്, അത് കേട്ടു. സൗദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച കാര്യം അവിടെ കിടക്കുകയാണ്. ഞങ്ങളായിരുന്നു വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ ആ മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കും. അതിന്റെ എല്ലാം അവിടെ കിടക്കും. എന്നാ PM ശ്രീ മരവിക്കാൻ പറ്റില്ല എന്നുള്ള വസ്തുത നമ്മൾ ജമ്മത്ത് സമ്മതിക്കൂല. നന്ദി, നമസ്കാരം.